ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതായത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ യൗവനത്തിനും വാർദ്ധക്യത്തിനും ഇടയിലുള്ള ആ പ്രായക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മധ്യവയസ്കർ എന്ന് പറയുന്നത്. ഈ മധ്യവയസ്സിൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Hello friends, welcome to SMK Xanadu. Grow along with SMK Xanadu. The best is A to B. ഞാൻ പറഞ്ഞല്ലോ, ഈ യൗവനത്തിനും വാർദ്ധക്യത്തിനും ഇടയിലുള്ള സമയം, അല്ലെങ്കിൽ അത്തരം പ്രായക്കാരെ നമ്മൾ വിളിക്കുന്നു മധ്യവയസ്കർ എന്ന് പറയുന്നു. ഈ പ്രായത്തിൽ എത്തുമ്പോൾ കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാറുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാലത്തിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ആരാണ്, എൻ്റെ കുടുംബം എന്താണ്, എൻ്റെ മക്കൾ എന്താണ്, എന്തൊക്കെ ഞാൻ ജീവിതത്തിൽ നേടി, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലർക്കെങ്കിലും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും. എന്നാൽ ചിലർക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ മിസ് ചെയ്തു പോയി, അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് മക്കളൊക്കെ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോവുകയോ ജോലിക്കോ ഒക്കെ ആയിട്ട് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ ഒരു പ്രായം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാകും. ഇതെല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഇനി പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്ന് തോന്നുക. പണ്ട് ചെയ്തതിലൊക്കെ അത് പല കാര്യങ്ങളും മിസ്സായി പോയി എന്നൊക്കെ തോന്നുന്ന ഒരു സമയം. ഈ തരത്തിലുള്ള പ്രശ്നത്തിന് വിളിക്കുന്ന പേരാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല, കുറച്ചു പേരെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഇത് തിരിച്ചറിയുന്നുമില്ല. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള വിരക്തി, ഇതൊക്കെ ആണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല കാര്യവും ഉണ്ടാകാം. കാരണം അമിതമായിട്ട് ഉറങ്ങുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇത്രയും നാള് എന്തൊക്കെയാണോ നല്ല രീതിയിൽ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ വിരക്തി നേടുക. അതായത് റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, അപ്പം നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോയിരുന്നു. അതൊന്നും ഇനി വേണ്ട, തന്നിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുക. കാരണം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലല്ലോ, ഇതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ സങ്കടവും ഒരു പിരിമുറുക്കം, നിരാശ, മടുപ്പ്, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇതാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ നമുക്ക് ചേസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ള സമയമാണ് ഇത്. ഇത്തരത്തിലുള്ള സമയങ്ങളെ ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. നമുക്ക് നമ്മുടെ മക്കളോട് പഠിക്കാൻ പോകണ്ട എന്ന് പറയാൻ പറ്റുമോ? ജോലിക്ക് പോകണ്ട എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ഇനി കടന്നു വരാൻ പോകുന്ന ഓരോ നിമിഷത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ഫേസ് ചെയ്തേ മതിയാകൂ. അപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു റേസിന് നിൽക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? ആ റേസിൽ തോറ്റു പോകണമെന്നാണോ, പരാജയപ്പെട്ടു പോകണമെന്നാണോ? ഒരിക്കലുമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് വിജയിക്കണം, വീറും വാശിയും ഒക്കെ ഊർജവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനകത്ത് ഫസ്റ്റ് നേടാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെയുള്ള ഒരു സമയമാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നത് പോലെയാണ്. ഒരു പോരാളിയെ പോലെ നമ്മൾ നിൽക്കുക, ഇതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കുക. ഇങ്ങനെയുള്ള മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുന്നിൽ തോറ്റുപോകണം. അതിന് വേണ്ടത് നമുക്ക് സെൽഫ് ലവ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ
നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, എന്നെക്കാളിലും വലുതായിട്ട് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുക. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈഗോ കോംപ്ലക്സ് വളർത്തിയെടുക്കുക എന്നുള്ളതല്ല, എന്നെക്കാളിലും എന്നെ സ്നേഹിക്കാൻ വേറൊരാൾക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ബാറ്റിൽ ഫീൽഡിൽ നിന്നുകൊണ്ട് വിജയിക്കാനായിട്ട് കഴിയും. മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ നമ്മുടെ മുന്നിൽ തോറ്റ് പിന്മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീര ശ്രീജിത്ത് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.